നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്കയുടെ വിവാഹം തടസ്സപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ വീണു പോകുമെന്ന്. പക്ഷെ തടസ്സപ്പെടുന്നത് നിന്റെ വിവാഹത്തിന്റെ കാര്യത്തിനാണെങ്കിൽ അതിൽ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. എന്തിനു പ്രമാണമൊക്കെ? തൽക്കാലത്തേക്ക് കുറച്ച് പണം കണ്ടെത്തിയല്ലേ പറ്റൂ. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമായ അന്നേരം ഓടാൻ പറ്റില്ലല്ലോ. കാര്യം ശരിയാണ്, കണിമംഗലത്ത് ശക്തരായ ബന്ധുക്കളുണ്ട്. പക്ഷേ കടം ചോദിക്കുന്നത് നാണക്കേടല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം എല്ലാം തീരുമാനമാകുന്നത് വരെ വരുണൊന്നും അറിയരുത്. അതെന്താടോ? വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വരുൺ സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിക്കും. അവിടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഞാൻ പോയി നമ്മുടെ കൈമണ്ണൊന്നും കാണട്ടെ. അയാളാകുമ്പോ പലിശയിൽ ഇത്തിരി കുറവുണ്ടാവും. പിടിവാശിക്കാരനുമല്ല. എന്താ ചെയ്യാൻ പറ്റുന്ന അയാൾ തന്നെ പറയട്ടെ. എന്താ മോളെ? എനിക്ക് വേണ്ടി ഒന്നും പണയപ്പെടുത്തണ്ട. എനിക്ക് വിവാഹം കഴിക്കണമെന്നുമില്ല, എനിക്കിവിടുന്ന് പോണമെന്നുമില്ല. അച്ഛന്റെ പ്രാരാബ്ദങ്ങള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ മോളാ. അപ്പൊ പിന്നെ നീ ഇത് പറയുന്നതിൽ അച്ഛൻ അത്ഭുതമില്ല. പക്ഷേ അച്ഛന്റെ കടമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ തൽക്കാലം കൈമളുടെ കയ്യിലൊന്ന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അധികം വൈകാതെ അച്ഛനെ തിരിച്ചെടുക്കും. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണോന്ന് അച്ഛനറിയാൻ കുട്ടി. വെറുതെ തടസ്സം പറയണ്ട. അച്ഛൻ പോയി വരട്ടെ. പണത്തിന്റെ കാര്യത്തില് അച്ഛന് ചെറിയ വേവലാതിയുണ്ട്. പക്ഷേ എന്നെ മോക്ക് വന്നിരിക്കുന്ന മഹാഭാഗ്യം ആലോചിക്കുമ്പോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ അച്ഛൻ. അച്ഛൻ പോയിട്ട് വരാം മോളെ. അച്ഛാ, ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം മുടക്കാനാണോ? നമ്മുടെ ഇടയില് അച്ഛൻ അറിയാത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നീറ്റുന്നതാ. അതിന് ഇതേ ഒരു പരിഹാരമായിട്ടുള്ളൂ. ഇതോടെ പ്രിയങ്കയുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. നീയും രക്ഷപ്പെടും. മറിച്ചൊന്നും ചിന്തിക്കരുത്, വേറെ ഒന്നിനും ശ്രമിക്കരുത്. പ്രിയങ്കയുടെ വിവാഹം തടസ്സപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ വീണു പോകുമെന്ന്. പക്ഷെ തടസ്സപ്പെടുന്നത് നിന്റെ വിവാഹത്തിന്റെ കാര്യത്തിനാണെങ്കിൽ അതിൽ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. നിന്റെ വാക്കിനിപ്പോ വല്ലാത്ത വിലയുണ്ട്. ഒരു വാക്കുകൊണ്ട്, ഒരു നിഷേധം കൊണ്ട് നിനക്കിപ്പോ ആരെയും കൊല്ലാം. മറക്കണ്ട. ഇയാളെ കാണാനേ നല്ല ഭംഗിയുണ്ട്. ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ? അതെ. ഇവിടെ എന്താ? ഓ, ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ലല്ല, തെരഞ്ഞു വന്നതാ. ആരെ?
സ്വപ്നം കണ്ട് കഴിഞ്ഞില്ലേ? ആ അല്ലേലും നല്ല സ്വപ്നങ്ങൾക്ക് തന്നെ പോലെയുള്ള ഒരു ആയുസ് തരില്ലല്ലോ. സ്വപ്നം കണ്ടോ, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഓ പക്ഷേ അതിനു മുൻപ് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓ എന്ത് കാര്യമാണാവോ? നമ്മൾ പിരിയുന്ന കാര്യം. എനിക്കിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നീളം തോറും ഒരു നായിക ആകാനുള്ള എന്റെ സ്വപ്നങ്ങൾക്ക് ഇടത് സംഭവിക്കുന്നത്. ദേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തരാമെന്ന് സമ്മതിച്ച പണം തന്ന് എന്നെ ഒഴിവാക്കണം. ആഹാ അതെ, ഓഹോ, പണം തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അച്ഛനെ രോഗാവസ്ഥയെന്ന് പൂർണ്ണമായിട്ട് മാറണം. എന്നിട്ടേ ഈ കാര്യം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. അച്ഛൻ ഇനി എന്താ പ്രശ്നം? ആ. അച്ഛൻ ഇളയച്ചന്റെ കൂടെ യാത്രയിലല്ലേ? അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ബിസിനസ് യാത്രകൾ പോലെയല്ല കുടുംബകാര്യങ്ങൾ. അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സാവത്തൊന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്യണം? നിങ്ങളെ രക്ഷിക്കണം, നിങ്ങളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം, കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കണം. ആ ചിലപ്പോ വേണ്ടിവരും. എനിക്ക് സൗകര്യമില്ല. ആ ചിലപ്പോ നാളെ നേരം വെളുക്കുമ്പോ തന്നെ എല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു നിരിക്കും. അപ്പൊ പിന്നെ ആര് വീണ് ചത്താലും എനിക്കൊരു പ്രശ്നവുമില്ല, അച്ഛനായാ പോലും. ദേ, എന്റെ അച്ഛനെ കുറിച്ച് വല്ലതും പറഞ്ഞാണ്ടല്ലോ, ഇതിനെ തൊട്ട് ഒന്നളേ ഞാൻ കൊല്ലുവോ? ആ കൊല്ലുവോ? ആ കൊല്ലും, താൻ എന്നെ കൊല്ലുവോ? കൊല്ലും. എങ്കിലും ഒന്ന് കാണണമല്ലോ. അണിമംഗലം പരമേശ്വരന്റെ മോനെ ചങ്കോച്ചുണ്ടെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല്, 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 കൊല്ല്. കൊല്ല്, കൊല്ലോ, കൊല്ല്. എടാ ഇങ്ങോട്ട് വാടാ മുത്തശ്ശി, ഇങ്ങോട്ട് പറയട്ടെ മുത്തശ്ശി, വാടാ ഇങ്ങോട്ട്. നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.